ക്ലിഫ് ഹൗസ് മാർച്ചിനിടെ അറസ്റ്റ് ചെയ്തവരെ തിരിച്ചെത്തിക്കാതെ പരിസരത്ത് നിന്ന് മാറില്ലെന്ന് സമരസമിതി. മാർച്ച് താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്നും സമരസമിതി അറിയിച്ചു. DCP ആയിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഏറ്റവും ഉടനെ കഴിയുന്നത്ര നേരത്തെ തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് 19 പേരുണ്ട്. അവരാ ഇപ്പം തന്നെ റിലീസ് ചെയ്ത് തരും. കേസെടുക്കാതെ തന്നെ റിലീസ് ചെയ്ത് തരും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അവർ ഉറപ്പിച്ച് നമുക്ക് തന്നിരിക്കുകയാണ്. സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ഞങ്ങൾ തൽക്കാലം ഇവിടുന്ന് തിരിച്ചു പോവുകയും സമരം മുന്നോട്ട് പോവുകയും തന്നെ ചെയ്യുന്നത്. ഇസത്ത് സുൽഫിക്കർ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഇസത്ത്, മുഖ്യമന്ത്രിയെ കാണണമെന്നുള്ളതായിരുന്നു അവരുടെ പ്രാഥമികമായ ആവശ്യം. ആ ആവശ്യത്തോട് സർക്കാർ മുഖം തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇനിയും നാളെ വീണ്ടും സമരം ആരംഭിക്കുമ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്തായിരിക്കും? നൗഫൽ, ഇപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം മുഖ്യമന്ത്രിയെ കാണണം എന്ന് പറയുന്ന അതേ കാര്യം തന്നെയാണ്. ആ കാര്യത്തിന് ഇപ്പോൾ ഒരു സമവായത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഒരു അപ്പോയിന്റ്മെന്റ് ഉടൻ തന്നെ ഇവർക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് സമരസമിതി നമ്മളോട് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ, അതായത് അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കുകയും ചെയ്യുമെന്ന് പോലീസ് ഇവർക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ ക്ലിഫ് ഹൗസ് മാർച്ച് നിർത്തുകയും അവർ അതേ ഒരു ആർജവത്തോടു കൂടി തന്നെ അവർ സമരപന്തലിലേക്ക് ഇപ്പോൾ മാർച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ സ്പിരിറ്റിൽ തന്നെ ഒരു മാർച്ച് നടത്തിക്കൊണ്ടാണ് അവർ സമരപന്തലിലേക്ക് ചെല്ലുന്നത്. വൈകാതെ തന്നെ മുഖ്യമന്ത്രിയുമായി അവർ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് അവരുടെയും പ്രതീക്ഷ. അവർ ആദ്യം മുതലേ ഉന്നയിച്ച അതേ ആവശ്യങ്ങൾ, അതായത് ഓണറേറിയം അതുപോലെ തന്നെ അവർക്കുള്ള പെൻഷനും അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ആവശ്യങ്ങൾ അവർ നേടുന്നത് വരെ ഇനിയും സമരപന്തലിൽ സമരം മുന്നോട്ട് തന്നെ പോകുമെന്നും അവർ ഇന്ന് ഇപ്പോൾ അവസാനം നടത്തിയ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളെ കണ്ടതിൽ നമ്മളോട് അവർ പറഞ്ഞിരുന്നു. നൗഫൽ.